അങ്ങനെ കാത്തിരുന്ന് മാർക്കോ 100 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർക്കോ എന്ന ചിത്രത്തിലെ 100 കോടി എന്തുകൊണ്ട് വൈകുന്നു എന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. കാരണം കൊറിയയിൽ റിലീസിനെത്തുന്നു, തമിഴിൽ പോകുന്നു, തെലുങ്കിൽ പോകുന്നു, അങ്ങനെ പലയിടത്തായിട്ട് മാർക്കോയുടെ ഒരു കുതിപ്പ് തുടരുന്ന ഒരു സാഹചര്യത്തിൽ 100 കോടി എത്താൻ എന്തുകൊണ്ട് വൈകി എന്നൊരു വലിയ ചോദ്യം കൂടി ഉയർന്നിരുന്നു. എന്തായാലും ഡിസംബർ 20 റിലീസാകുന്ന ചിത്രത്തിന് ജനുവരി 5 തന്നെ 100 കോടി ക്ലബിൽ നേടാൻ സാധിക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു പരിപാടിയൊന്നുമല്ല. 16 ദിവസം കൊണ്ടാണ് മാർക്കോ 100 കോടി എന്ന അച്ചീവ്മെൻറ്റ് നേടിയെടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. അതായത് 16 ദിവസം കൊണ്ട് 100 കോടി കളക്ഷനിലേക്ക് ഒരു മലയാള ചിത്രം എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ്, അതൊരു റെക്കോർഡ് നേട്ടമാണ്, ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്ക് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ കാലെടുത്ത് വെക്കുന്നത്. സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ എന്നുള്ള ടാഗ് ലൈൻ തന്നെയാണ് മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രേക്ഷകർ ഉണ്ണി മുകുന്ദന് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിർവരമ്പുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് മാർക്കോയുടെ മുന്നേറ്റങ്ങൾ. തുടക്കം തന്നെ 2024 ഡിസംബർ 20 മാർക്കോയുടെ റിലീസിന് വരുന്നു. ആ ചിത്രത്തിന് ആദ്യ ദിനത്തിൽ തന്നെ അത്രയധികം വയലൻ്റായ ഒരു സിനിമ, കില്ലിനോളം എടുത്തു വെക്കാൻ കഴിയുന്ന, കില്ലൊക്കെ മാറി നിൽക്കുന്ന തരത്തിലേക്ക് മാർക്കോയുടെ അതിഭീകരമായ തിയേറ്റർ റെസ്പോൺസുകൾ ആദ്യ ദിനത്തിൽ തന്നെ വരികയാണ്. അത്രയധികം ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ സിനിമയായിട്ട് മാർക്കോയെ മാറ്റുകയും ചെയ്തു. പിന്നാലെ വന്ന റെസ്പോൺസുകളെല്ലാം അതോടൊപ്പം തന്നെ കൂട്ടിവെച്ചു. സാധാരണയായി ഈ മാർക്കോ എന്ന ചിത്രം റിലീസിന് മുൻപ് തന്നെ വലിയൊരു ഹൈപ്പ് സൃഷ്ടിച്ചിരുന്നതാണ്. നമുക്ക് ചരിത്രങ്ങൾ തന്നെ അറിയാം, മറ്റ് ഭാഷകളിൽ ഉൾപ്പെടെ നമ്മുടെ മലയാള ഭാഷയിലും എടുത്തു നോക്കിയാലും ഹൈപ്പിൽ വരുന്ന സിനിമകളൊന്നും തന്നെ വലിയ മികച്ച രീതിയിലല്ല തിയേറ്ററിൽ പെർഫോം ചെയ്തത്. 2024 തുടക്കത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ മോഹൻലാൽ ചിത്രമായ മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാതെ മാറിയത് നമ്മൾ കണ്ടതാണ്. സൂര്യ ചിത്രമായ കങ്കുവ, വിജയ് ചിത്രമായ ഗോട്ട്, അങ്ങനെ വലിയ ഹൈപ്പിൽ വന്ന സിനിമകളൊക്കെ തന്നെ ചരിത്രങ്ങൾ എടുത്തു നോക്കാം, ഇതെല്ലാം തന്നെ തിയേറ്ററിൽ വൻ നിരാശയായി മാറുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഹൈപ്പിൽ വന്ന മാർക്കോയ്ക്കും ഇത് തന്നെ ആയിരിക്കുമോ വിധി എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതല്ല, ചരിത്രമാണ് തിരുത്തി കുറിക്കാൻ പോകുന്നത് എന്നൊരു വരവായിരുന്നു ആ വരവ് എന്നുള്ളത് പ്രേക്ഷകരാരും ഡിസംബർ 20 ആദ്യ ഷോ വരെ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഒരു കുതിപ്പ് സത്യം പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ അല്ലെങ്കിൽ മാർക്കോയുടെ മൊത്തത്തിലുള്ള ടീമും ഞെട്ടിയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു കുതിപ്പ് മാർക്കോയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അണിയറ പ്രവർത്തകരും വിശ്വസിച്ചിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം എന്തായാലും ടീമിനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു സിനിമ അവർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് മാർക്കോ പോകുമെന്ന് ചിലപ്പോൾ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല. ഹിന്ദിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബേബി ജോൺ ഉൾപ്പെടെയുള്ള സിനിമകൾ മാറ്റിവെച്ചുകൊണ്ടായിരുന്നു മാർക്കോയുടെ തേരോട്ടം. അങ്ങനെ 100 കോടിയിലേക്ക് ഒരു 16 ദിവസം കൊണ്ട് ഒരു മലയാള ചിത്രം എത്തുമ്പോൾ ഈ 16 ദിവസത്തിലും പല റെക്കോർഡുകളും കൊണ്ടാണ് മാർക്കോയുടെ തേരോട്ടം. ഇപ്പോൾ നേരത്തെ ബേബി ജോൺ മാറ്റിയിരുന്ന സമയത്ത് ഏകദേശം 330 സ്ക്രീനായിരുന്നു. ഇപ്പോൾ 1000-ഓളം സ്ക്രീനുകളിലാണ് ബോളിവുഡിൽ മാർക്കോ എന്ന ചിത്രം റിലീസിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആ ചിത്രത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ കഴിഞ്ഞ ദിവസത്തെ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ 3-ാമത്തെ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കളിക്കുന്ന ഒരു ചിത്രം മാർക്കോയാണ്. ഞാൻ പറയുന്നത് അപ്പോൾ റിലീസാകുന്ന ചിത്രത്തെക്കാളധികം തിയേറ്ററുകളിൽ മാർക്കോ എന്ന ചിത്രത്തിനാണ് ഇന്ത്യ ഒട്ടാകെയുള്ള സ്ക്രീനുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മലയാള സിനിമയാണ്. മലയാള സിനിമ പോകുന്നൊരു മാറ്റത്തിലേക്കാണ്, വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും 100 കോടി ക്ലബിലേക്ക് മാർക്കോ എത്തുമ്പോൾ അതൊരു ചരിത്രമാണ്. ആ ചരിത്രം ഇനി എങ്ങനെയായിരിക്കാം വരും ദിവസങ്ങളിൽ മാറ്റുക. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രം OTT-ൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി OTT-ലേക്ക് വരുമ്പോഴേക്കും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തും. കാരണം റേറ്റഡ് സിനിമയാണ്. പല സെൻറ്ററുകളിൽ നമുക്കറിയാം, പല സെൻറ്ററുകളിലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അകത്ത് കയറ്റില്ല. എന്നാൽ ചില തിയേറ്ററുകൾ അത് കേട്ടുന്നുണ്ട്, അത് നിയമവിരുദ്ധമാണ് എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. പല തിയേറ്ററുകളിലും 16-17 വയസ്സുള്ള കുട്ടികൾ, 15 വയസ്സുള്ള കുട്ടികളൊക്കെ കയറി കാണുന്നതായിട്ടുള്ള അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നുണ്ട്. പക്ഷേ അത് ചെയ്യരുത്, അങ്ങനെയുള്ള തിയേറ്റർ ഉടമകൾ അത് കർശനമായി തന്നെ മാറ്റണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ്. OTT-ലേക്ക് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ചിത്രം റിലീസിന് എത്തുന്നത്. എങ്ങനെയായിരിക്കാം മാർക്കോ OTT-ലും സ്വീകരിക്കപ്പെടുക എന്നൊരു ചോദ്യം കൂടെ നിലനിൽക്കുകയാണ്. കാരണം പല സിനിമകളും തിയേറ്ററിൽ വന്നതിന് ശേഷം അത് ഗംഭീരമായ അഭിപ്രായം കിട്ടുകയും OTT-ൽ വന്നതിന് ശേഷം നേരെ മറിച്ചൊരു അഭിപ്രായം കിട്ടുകയും ചെയ്തൊരു സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ സിനിമകളുടെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ആയിരിക്കുമോ മാർക്കോയുടെ വിധി എന്നുള്ളതൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ അത് തെളിയിക്കപ്പെടേണ്ടതാണ്. OTT റിലീസിന് ശേഷം എങ്ങനെയായിരിക്കാം മാർക്കോ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുമോ, അതോ ഇപ്പോൾ കിട്ടിയ അഭിപ്രായങ്ങൾ ഒട്ടാകെ തന്നെ തിരിയുമോ എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ട കാഴ്ചകളാണ്.